ഹലോ, വെൽക്കം ടു CC Plus. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് 2021 നമ്മൾ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു അല്ലേ. അപ്പം അതിൻ്റെ ബാക്കി വരുന്ന കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അപ്പോൾ ആദ്യത്തെ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം, അതുകൂടി പോയി കാണണം കേട്ടോ. അപ്പം നമുക്ക് വേഗം ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. നോക്കിക്കേ, ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. രണ്ട് ഫിഗർ ഉണ്ട്, ഏതൊക്കെയാണ് കാണുമ്പോൾ തന്നെ അറിയാം ഏതാണ്. റോഡ് സെൽസും കോൺ സെൽസും ആണ് അല്ലേ. ഇനി ഇതിനകത്ത് വരുന്ന വിഷ്വൽ പിഗ്മെന്റ്സ് ആണ്. റോഡിലാണെങ്കിൽ റോഡോപ്സിൻ, കോൺ സെൽസിലാണെങ്കിലോ അയഡോപ്സിൻ അല്ലെങ്കിൽ ഫോട്ടോപ്സിൻ എന്ന് പറയുന്നതാണ് കാണപ്പെടുന്നത് കോൺ സെൽസിൽ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അത് തന്നെ പെട്ടെന്ന് തന്നെ 2 മാർക്ക് കിട്ടുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. ഡ്രോ എ ന്യൂക്ലിയോടൈഡ് സീൻ ഓൺലി ഇൻ DNA യൂസിങ് ദ കോമ്പണൻസ് ഗിവൻ. ഏതൊക്കെയാണ്? ഒരെണ്ണം നോക്കിക്കേ, ഇത് അറിയാം ഏതാണ്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ്. പിന്നെ വരുന്നത് ഏതാണ്, ഡിയോക്സി റൈബോസ് വരുന്നുണ്ട്. പിന്നെ ഏതാണ്, അതിൻ്റെ ഒരു പേര് വരുന്നുണ്ട് അല്ലേ. അപ്പം നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും? നമ്മൾ ഇതിന് മുന്നത്തെ ക്വസ്റ്റ്യനിൽ കണ്ടതുപോലെ തന്നെ അല്ലേ, ഇങ്ങനെ വരയ്ക്കുക. പിന്നെന്താണ്, പെൻഡാ ഷുഗർ വരുന്നുണ്ട്, നൈട്രജൻ ബേസ് വരുന്നുണ്ട്. വളരെ സിമ്പിൾ അല്ലേ. നമ്മൾ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ തന്നെ മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരെണ്ണം വെച്ച് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, ഒരു ന്യൂക്ലിയോടൈഡ് ഉണ്ടാക്കാൻ പറ്റും. ഒരു നൈട്രജൻ ബേസും ഒരു പെൻഡോ ഷുഗറും ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും വന്നിട്ടുണ്ട്. ഇതൊരു ന്യൂക്ലിയോടൈഡ് ആണ് അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും അത് പറഞ്ഞിരുന്നു. വളരെ സിമ്പിളാണ്. അടുത്തത് നോക്കാം. ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് കേട്ടോ. ദ കില്ലർ വാസ് ഐഡന്റിഫൈഡ് ബൈ സയന്റിഫിക് ടെസ്റ്റിംഗ് ഓൺ ദ ബ്ലഡ് സ്റ്റെയിൻ ഒബ്റ്റൈൻഡ് ഫ്രം ദി ക്രൈം സീൻ. അതായത് ക്രൈം സീനിൽ നിന്ന് കിട്ടിയ ബ്ലഡ് സാമ്പിളിന്റെ ബേസിസിലാണ് ആരെ കണ്ടുപിടിച്ചത്, ഈ കില്ലർ ആരാന്നുള്ളത് കണ്ടുപിടിച്ചത്. അപ്പൊ ഏതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സയന്റിഫിക് മെത്തേഡ് എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ സയന്റിഫിക് ബേസിസ് ഓഫ് ദിസ് ടെക്നോളജി? ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന മെത്തേഡ് ഏതാണ്? DNA ഫിംഗർ പ്രിന്റിംഗ് ആണ് അല്ലേ. അപ്പൊ DNA അകത്ത് എന്താണ്, ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ടുള്ള സീക്വൻസസ് വരുന്നുണ്ട്. ആ ഒരു സീക്വൻസ് എന്ന് പറയുന്നത് എന്താണ്, ഓരോ ആളുകളിലും വ്യത്യാസമായിരിക്കും. അപ്പൊ ആ സീക്വൻസുമായിട്ട് മാച്ച് ചെയ്തു വരുന്ന ആളെ കണ്ടെത്തുക എന്നുള്ളതാണ് DNA ഫിംഗർ പ്രിന്റിംഗ് വഴി ചെയ്യുന്നത്. അപ്പൊ അതെന്താണ്, ഈ പറഞ്ഞ പോലെ പാരന്റിന്റെ ഐഡന്റിഫിക്കേഷൻ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ചിലപ്പോൾ ഇതിന് പകരം കില്ലറിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് പകരം എന്താണ്, പാരന്റൽ ഐഡന്റിഫിക്കേഷൻ ആയിരിക്കാം. പാരന്റൽ ഐഡന്റിഫിക്കേഷനിലും എങ്ങനെയാണ്, ഇത് തന്നെയാണ്. ആ സീക്വൻസിന്റെ കറക്റ്റ് റിപ്പീറ്റേറ്റീവ് സീക്വൻസ് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കലി, അതായത് ആൻസിസ്റ്റേഴ്സിൽ എന്തായിരിക്കും, സിമിലർ ആയിരിക്കും. അപ്പോൾ ആ മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. DNA ഫിംഗർ പ്രിന്റിംഗ് ആണ്. ഇനി അടുത്തത്, റീഅറേഞ്ച് ദ കോളംസ് B and C അക്കോർഡിംഗ് ടു ഇൻഫർമേഷൻ ഇൻ കോളം A. അപ്പൊ കോളം എയിലെ ഡീറ്റെയിൽസ് വെച്ചിട്ട് ബിയും സിയും നിന്ന് റീഅറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലേ, വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. മലയാളത്തിൽ നിശാന്തത എന്ന് പറയും. അതായത് എന്താണ്, ഒരു 6 മണിക്ക് അല്ലെങ്കിൽ ലൈറ്റ് കുറഞ്ഞു തുടങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഒബ്ജക്ട്സ് ഒന്നും കാണാൻ പറ്റില്ല. അതാണ് ഈ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. പകൽ യാതൊരു വിഷയമില്ല, എല്ലാം കാണാൻ പറ്റും. അപ്പൊ അതിന്റെ കാരണം എന്താണ്, cannot see clearly in dim light. അപ്പോൾ ഇതാണ് വരുന്നത്. നൈറ്റ് ബ്ലൈൻഡ്നെസ് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് കനോട്ട് സീൻ ക്ലിയർലി ഇൻ ഡിം ലൈറ്റ്. അപ്പോൾ വൈറ്റമിൻ എ ഉള്ള ഫുഡ്സ് ഏതാണെന്ന് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ചോദിക്കാം. ഏതാണ്? ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഒക്കെയാണ്. അതേപോലെ ക്യാരറ്റ്സ് വരുന്നുണ്ട്, ഗൂസ്ബെറി, ഇതൊക്കെല്ലാമാണ് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കഴിക്കേണ്ട ഫുഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് കളർ ബ്ലൈൻഡ്നെസ് ആണ്. കളർ ബ്ലൈൻഡ്നെസ് എന്താണ്, ശരിക്കും പറഞ്ഞാൽ കോൺ സെൽസിന്റെ ഡിഫക്റ്റ് കൊണ്ടുണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. ഗ്രീൻ റെഡ് കളേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ കളർ ബ്ലൈൻഡ്നെസ് ഇതാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത്ര സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണല്ലേ ചോദിച്ചിരിക്കുന്നത്. വാക്സിൻസ് ഡെവലപ്പ് ഇമ്മ്യൂണിറ്റി അഗൈൻസ്റ്റ് സ്പെസിഫിക് ഡിസീസസ്. ഡു യു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്? ഗീവ് ദ റീസൺസ്. അപ്പോൾ വാക്സിൻസ് എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി ഡെവലപ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വാക്സിൻ്റെ ഉപയോഗം എന്താണ്, ഒരു ഡിസീസിൽ നിന്നും
പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലേ. അതായത് പല തരത്തിലുള്ള വാക്സിൻസ് ഉണ്ട്. നമ്മൾ ആക്റ്റീവായിട്ടും പാസീവും അങ്ങനെയൊക്കെ രീതിയിൽ നമ്മൾ അവരെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കറിയാവുന്ന വാക്സിൻസ് എന്താണ്, ഒരു ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് എന്താണ്, ഒന്നെങ്കിൽ അതിനെ എന്താണ് ഹീറ്റ് കിൽഡ് ചെയ്തത്, ഒന്നെങ്കിൽ ഹീറ്റ് കില്ല് ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ അതിനെ പാർഷ്യലി കില്ല് ചെയ്ത വൈറസസിനെ തന്നെയായിരിക്കും എന്തായിട്ട് ഇൻജെക്ട് ചെയ്യുക, വാക്സിൻസ് ആയിട്ട് ഇൻജെക്ട് ചെയ്യുന്നത്. ഇനി ഈ വാക്സിൻസ് ഇൻജെക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ബോഡിയിൽ സ്ലോലി ആ ഡിസീസസിന് എഗനസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് ഡെവലപ്പ് ചെയ്യും. ആ ഡിസീസിന് എഗനസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ആൻറ്റിബോഡീസ് ഓൾറെഡി ഡെവലപ്ഡ് ആയിട്ടിരിക്കുന്ന ബോഡിയിൽ പിന്നീട് എപ്പോഴെങ്കിലും മെമ്മറി സെൽസ് ഉണ്ട് ആ മെമ്മറി സെൽസ് ഐഡന്റിഫൈ വീണ്ടും ആ ഡിസീസ് കോസ് ചെയ്യുന്ന പാത്തജൻ ബോഡിയിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ മെമ്മറി സെൽസ് ഐഡന്റിഫൈ ചെയ്യും, ഇവൻ പണ്ടൊരു തവണ വന്നതാണ്, ബോഡി ഇതിനുള്ള പ്രതിരോധം ഓൾറെഡി ഇമ്മ്യൂണിറ്റി ഓൾറെഡി നേടി വെച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. ആ ഇമ്മ്യൂണിറ്റി എന്ത് ചെയ്യാണ്, ആ ഒരു ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ആൻറ്റിബോഡി എന്ന് പറയുന്നത് ഇൻവേർഡ് ചെയ്ത ആ ഫോറിൻ പാത്തജൻ, പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള ആ ഫോറിൻ പാത്തജനെ കില്ല് ചെയ്യുന്നു. അതാണ് ഇവിടെ നടക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത്. വാക്സിൻസ് ഡെവലപ്പ് ഇമ്മ്യൂണിറ്റി എഗനസ്റ്റ് സ്പെസിഫിക് ഡിസീസസ്. അപ്പൊ നിങ്ങൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റുമായിട്ട് എഗ്രി ചെയ്യുന്നുണ്ടല്ലോ അല്ലേ. വാക്സിൻസ് എന്ന് പറയുന്നത് പാത്തജനെ കില്ല് ചെയ്യാനായിട്ടുള്ള ആന്റിബോഡീസ് ബോഡിയിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. ദാറ്റ് കിൽ ദ പാത്തജൻ വെൻ ഇറ്റ് എൻറ്റേഴ്സ് ഇൻ ടു ദ ബോഡി. അപ്പോൾ അതാണ് അതിന്റെ റീസൺ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ ബി ഐഡന്റിഫൈ ദ പാർട്സ് ഡിനോട്ടഡ് എ ആൻഡ് ബി. ഏതാണ്? മെഡുല്ലയും കോർട്ടക്സും ആണ്. മെഡുല്ല, കോർട്ടക്സ്. അപ്പോൾ എയും ബിന്നാണ്, മെഡുല്ലയും കോർട്ടക്സും ആണ് റെസ്പെക്റ്റീവ്ലി എന്ന് പറയുന്നത്. ഇനി ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? എ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? അഡ്രീനൽ. മെഡുല്ല പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് എഫ്രിൻ ആൻഡ് നോർ എഫിനെഫ്രിൻ, അല്ലെങ്കിൽ അഡ്രനാലിൻ, നോർ അഡ്രനാലിൻ എന്ന് പറയും. ഏതാണ് അഡ്രനൽ ഹോർമോൺ? എപ്പോഴാണ്? ബോഡി ഫിയർ ഫ്ലൈറ്റ്, ഫൈറ്റ്, ഫിയർ, നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുക, നമ്മൾ സ്വെറ്റ് ചെയ്യുക, അതുപോലെ പൈലോറക്ഷൻ, രോമം എഴുന്നേറ്റ് നിൽക്കുക, അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് ഉണ്ടാവാനുള്ളൊരു കാരണം എന്താണ്? നമ്മൾ പെട്ടെന്ന് ഭയപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു സമയത്ത് ഈ ഒരു ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കൊണ്ടാണ്. അതിൻ്റെ എഗനസ്റ്റ് ആയിട്ടുള്ള ആക്ഷനാണ് ഈ പറയുന്ന നോർ എഫിനെഫ്രിൻ എന്ന് പറയുന്നത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കോർട്ടക്സും മെഡുല്ലയുമാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ എന്ന് പറയുന്നത് അഡ്രനാലിൻ, നോർ അഡ്രനാലിൻ, അതേപോലെ അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് എഫിനെഫ്രിൻ ഓർ നോർ എഫിനെഫ്രിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ മെയിൻ കോൺസെപ്റ്റ് ഓഫ് എ തിയറി ഓഫ് എവല്യൂഷൻ ഈസ് ഗിവൻ ബിലോ. തിയറി ഓഫ് എവല്യൂഷനെ കുറിച്ചുള്ള കുറച്ച് കോൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് അനാലിസിസ് നടത്തിയതിന് ശേഷം ആൻസേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഓവർ പ്രൊഡക്ഷൻ, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, നാച്ചുറൽ സെലക്ഷൻ, ഒറിജിൻ ഓഫ് ന്യൂ സ്പീഷീസ്, ഈ 4 എണ്ണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് ഏതാണ്? നാച്ചുറൽ സെലക്ഷൻ ആണ് അല്ലേ. തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് പറഞ്ഞതാരാണ്? ചാൾസ് ഡാർവിൻ പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ആണ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്. തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ അദ്ദേഹത്തിൻ്റെ പരിണാമ സിദ്ധാന്തവുമായിട്ട്, എവല്യൂഷൻ തിയറിയായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം എന്താണ് HMS ബീഗിൾ എന്ന് പറയുന്ന ഒരു ഷിപ്പിൽ പോയപ്പോൾ ഗാലപ്പഗോസ് ഐലൻഡിൽ കണ്ട ഫിഞ്ചസിനെ പിന്നീട് അത് ഡാർവിൻ ഫിഞ്ചസ് എന്നറിയപ്പെടുന്നു. അപ്പോൾ അവരുമായിട്ട് നടത്തി കുറച്ച് ഒബ്സർവേഷൻ്റെ ബേസിസിൽ അദ്ദേഹം ഒരു തിയറി പ്രപ്പോസ് ചെയ്തു, തിയറി ഓഫ് എവല്യൂഷൻ. അതേപോലെ അതിനകത്തുള്ളൊരു തിയറി കോൺസെപ്റ്റുകളാണ് ഓവർ പ്രൊഡക്ഷൻ, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, നാച്ചുറൽ സെലക്ഷൻ, ഒറിജിൻ ഓഫ് ന്യൂ സ്പീഷീസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താണ് ഈ തിയറി? എന്താണ്? തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആ തിയറി എന്ന് പറയുന്നത്. അത് പ്രപ്പോസ് ചെയ്തത് ആരാണ്? ചാൾസ് ഡാർവിനാണ് അത് പ്രപ്പോസ് ചെയ്തത്. അപ്പോൾ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് നമ്മൾ ആദ്യം കുറച്ച് പാർട്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇപ്പം നമ്മൾ വീണ്ടും കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്തു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ശരിക്കും ഒന്ന് പഠിച്ചാൽ ചില കാര്യങ്ങളൊക്കെ മറന്നു പോകും. അതൊക്കെ ഒന്ന് മെമ്മറൈസ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ ബയോളജിയിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളെ ഫുൾ മാർക്ക് വാങ്ങിക്കാനായിട്ട് CC+ കൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മളുടെ ചാനലിൽ വരുന്ന വീഡിയോസ് നിങ്ങളെല്ലാവരും കാണണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്നിട്ട് പുതിയ നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പോൾ പുതിയ വീഡിയോസ് എല്ലാം കാണുക, സപ്പോർട്ട് ചെയ്യുക. CC+ൽ പുതിയ SSLC എക്സാമിന് നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻഡിവിജ്വൽ ട്യൂഷനാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അങ്ങനെ ഒരു സപ്പോർട്ടും CC+ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.